ചില ദിവസങ്ങൾ നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാൻ തോന്നും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാനും മോനും കൂടെ ഒരു ചെറിയ ഡേറ്റിന് പോയതാണ്. കോട്ടയം ലുലുവിലാണ് പോയത്. ഞങ്ങൾ കോട്ടയത്ത് അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല. കാരണം ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. വേറെ പ്ലാനൊന്നുമില്ല. ഫുഡ് കഴിക്കുക, ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കുക, തിരിച്ചു പോവുക. ചെന്ന ഉടനെ ചിക്കിങ്ങിലോട്ട് പോയി ചെറിയൊരു മീൽ ഓർഡർ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. ശേഷം ഒത്തിരി ഫുഡ് ഹൈപ്പറിൽ നിന്ന് മേടിക്കണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ചിക്കങ്ങി ഞങ്ങളിങ്ങനെ ഒതുക്കിയത്. അത് കഴിഞ്ഞ് ഫാഷൻ സ്റ്റോറിൽ കയറി ചുമ്മാ ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ 149 അവന് ട്രൗസർ കിട്ടി. അങ്ങനെ 2 മേടിച്ചു. കൂടുതൽ വീഡിയോ അവിടെ എടുക്കാൻ പറ്റിയില്ല, ഫുള്ള് കറക്കമായിരുന്നേ. അത് കഴിഞ്ഞ് ലുലുവിൽ എന്താ ഇപ്പോൾ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പോൾ ബുക്ക് ഷോ നടക്കുമായിരുന്നു. ഇന്നായിരുന്നെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്. അതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ബ്ലസ്സി സാർ അവിടെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ റാൻഡമായിട്ട് വരുന്നു, റാൻഡമായിട്ട് ഒരു ഡയറക്ടറിനെ കാണുന്നു, നല്ലതല്ലേ. പിന്നെ അവിടെ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി 2 പെർഫ്യൂം മേടിച്ചു. 900 എങ്ങാണ്ടാണ് കേട്ടോ 50 ml സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 2 മേടിച്ചപ്പോൾ 40% ഓഫ് കിട്ടി. ശേഷം ഇങ്ങനെ ഹൈപ്പറിലോട്ട് പോയി. ഹൈപ്പറിൽ ഇപ്പം കിച്ചൺ ഏരിയ ഒക്കെ ഒന്ന് കറങ്ങി, ഒന്നും മേടിച്ചൊന്നുമില്ല. ഞാനെല്ലാം ഓൺലൈൻ തന്നെയാണ് കേട്ടോ കിച്ചൺ പ്രോഡക്ട്സ് കൂടുതലും മേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കപ്പിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ഞാനൊന്ന് നിന്നു. കാരണം അത്രത്തോളം കളക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഒന്നും എടുത്തില്ല. കാരണം ഈ ഇടയ്ക്ക് ഞാൻ 2-3 കപ്പൊക്കെ നല്ലത് നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. മിൽട്ടൻ്റെ ആണ് കേട്ടോ. പിന്നെ ഫുഡ് സെക്ഷൻ. ഞാൻ എപ്പോൾ ലുലുവിൽ പോയാലും ഫുഡ് സെക്ഷൻ വിടത്തേ ഇല്ല. എനിക്ക് അവിടുത്തെ കേക്കും ബണ്ണും ബ്രെഡും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഡ്രീം കേക്ക് കണ്ടപ്പോൾ ഞാൻ ഒന്ന് സ്റ്റക്കായി. കാരണം ഇത് ട്രെൻഡിങ് ആയ സമയം തൊട്ട് വിചാരിക്കുന്നത് ഇത് മേടിച്ച് കഴിച്ചു നോക്കണമെന്ന്. ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഒരു ഡ്രീം കേക്ക് എടുത്തു. പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ നൈറ്റിലേക്ക് മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു.